ഹലോ ഗായ്സ്, ലണ്ടൻ ഫാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ചോദ്യ നക്ഷത്രമാണ്. രാവിലെ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് കുഞ്ഞ് സ്കൂളിൽ പോയി. ഷൈൻ രാവിലെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ പണിയില്ലായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ ചെറിയ വെയിലൊക്കെ ആയപ്പോൾ ഞാൻ കഴുകിയിട്ട് ചവിട്ടിയൊക്കെ ആ വെയിലത്തൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടൻ വന്ന് പറഞ്ഞ് നമ്മുടെ തോട്ടിൽ ഇതുപോലെ ഒരു പാമ്പ് വന്ന് തുറകൂടി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തൊട്ട് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ സമയമില്ല, കിട്ടിയില്ല. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞു, പണി ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അല്ലി എടുത്തുകൊണ്ട് ഞാൻ പോവുക തോട്ടിൽ. അവിടെ പാമ്പ് തുറകൂടി ഇരിക്കുന്നത് കാണാനൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ മിക്സ് ചെയ്താണ്, ഞാൻ ഷൈനോട് മിക്സ് ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. കുറച്ചൊക്കെ അണ്ണൻ പറയും, ബാക്കി കുറച്ചൊക്കെ ഞാൻ പറയും. കാരണം ആ പാമ്പിനെ പിടിക്കാൻ പോകുന്ന വീഡിയോസ് ഒന്നും ഞാനല്ല എടുത്ത് അണ്ണ എടുത്തത്. അപ്പോൾ അണ്ണൻ്റെ എൻ്റെയും കൂടെ സൗണ്ട് കേട്ടാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത്. ഇത് കറക്റ്റ് ഇരിക്കുന്നത് നമ്മുടെ കടവിൻ്റെ തൊട്ട് താഴത്തെ കടവിലായി ഇന്നിപ്പോൾ പാമ്പ് വന്നിരുന്നത്. അപ്പം അവിടെ ഒരു രാവിലെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടൻ ചെന്നപ്പോഴാണെങ്കിൽ വെള്ളത്തിൽ കിടക്കുമായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ദണ്ട് ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ ആ വേരിനിടയ്ക്ക് കയറി കൂടിയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ സൗണ്ടൊന്നും ഉണ്ടാക്കല്ലേ, സൗണ്ടൊക്കെ ഉണ്ടാക്കി അത് പോകുമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ആരും അങ്ങോട്ടൊന്നും പോയില്ല. അങ്ങനെ ഞങ്ങൾ ആ വഴിക്കേ പോയില്ല, അവിടെ നിന്ന് നോക്കി. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോയിരുന്നു. ഈ ഭാഗം എന്ന് പറയാൻ നമ്മുടെ കടവ, തൊട്ട് വീട്ടിലെ നമ്മുടെ കടവ. അതിൻ്റെ തൊട്ട് ഒരു 30 മീറ്ററിനൊക്കെ താഴെയാണ് ഈ പറയുന്ന കടവ്. ഇവിടെ നേരത്തെയൊക്കെ ഞങ്ങൾ അവിടെ ആയിരുന്നു കുളിക്കാൻ പോയിക്കൊണ്ടിരുന്നത്, ഇപ്പം ഞങ്ങൾ പോകത്തില്ല. ഇപ്പം നമ്മുടെ കടവിൽ എനിക്ക് കല്ലൊക്കെ ശരിയാക്കി തന്ന് ഷൈനാണെങ്കിൽ ഞാൻ അവിടെ ഇപ്പം അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇന്നലെ ഞാനും കുഞ്ഞുങ്ങളും താഴെ തോട്ടി കുളിക്കാൻ പോയതാണ്. ഇന്നും പോയത് എനിക്കൊന്ന് ഈ വലിയ കഴിഞ്ഞ ദിവസത്തെ മഴവെള്ളത്തിനൊക്കെ ഇറങ്ങി വന്ന് എവിടെയും കയറി ഇരുന്നതാവും. എന്താണ്ട് ആ പൊത്തിലിരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പോയി എന്ന് നോക്കാനെ കൊണ്ടുള്ള പേടി കാരണം ഞാൻ പോകുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അണ്ണൻ പോകണമെങ്കിൽ ചിലപ്പോൾ ഞാനിവിടെ പോകും. നമുക്ക് ഇത്രയും ദൂരം നിന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണത്തില്ല. അവിടെ അടുത്ത് പോയി കാണിക്കാനെ കൊണ്ടും എനിക്ക് പേടിയാണ്. നോക്കട്ടെ. ഇതാ ആ ഒരു മരം പ്ലാവ, ഇതിൻ്റെ മൂട്ടിലെ മണ്ണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെള്ളം വന്ന് അടിച്ചു പോയത്. ഈ കിടക്കുന്ന കമ്പും കവരും എല്ലാം നമ്മുടെ ഈ പ്രാവശ്യത്തെ മഴയ്ക്കത്തെ വെള്ളത്തിന് വന്ന് കയറി അടിഞ്ഞുകൂടിയിരിക്കുന്ന സാധനങ്ങളാണ്. ഇതിനകത്തുണ്ടെങ്കിൽ തന്നെ അഥവാ എന്ത് പാമ്പാന്ന് നമുക്കറിയത്തില്ല. ഇതിനകത്ത് പാമ്പുണ്ടെങ്കിൽ തന്നെ പാമ്പിനെ പിടിക്കാൻ വരുന്നവർക്ക് നല്ല മുട്ടം പണിയായിരിക്കും. കാരണം ഇതൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് വേണം അവർക്ക് അതിനെ പിടിക്കണമെങ്കിൽ തന്നെ പിടിക്കാൻ. എന്ത് പാമ്പാന്നത്ത് കണ്ടവരൊക്കെ പറഞ്ഞ് പെരുമ്പാമ്പാന്നാണ് പറഞ്ഞാൽ, കാരണം നമ്മൾ കണ്ടിട്ടില്ല, നമുക്കതേപ്പറ്റി അറിയത്തില്ല. അപ്പം പാമ്പിനെ പിടിക്കാൻ അവർ വന്ന് പിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർ പറയില്ല എന്താ പാമ്പാണ്. അപ്പം നമുക്ക് കാണാം. ഇപ്പം ഇതാ താഴോട്ടുള്ള ഒരു തോടെന്ന് പറയുന്നത്. ഇത് നമ്മൾ സേതുടി ചേർന്ന് പതുക്കി ഈ തോട്. ഇവിടെയൊക്കെ സ്ഥിരം ആൾക്കാർ കുളിക്കാൻ വരുന്ന കടവാണ്. ഈ കടവെന്ന് വെച്ചാൽ എപ്പോഴും കുളിക്കാൻ ആൾക്കാരുള്ളൊരു കടവാണ്. ഇപ്പോൾ ഈ നിലവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കടവ്, ആ മതിലെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കടവിലോട്ട് പോകാം. അപ്പം ഞങ്ങൾ അതുവഴി തന്നെ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ ഇപ്പോൾ ആ ഭാഗത്ത് ആരുമില്ല, കാരണം എല്ലാവരും അതിനെ കണ്ടു അങ്ങനെ പോയി. അവിടെ ഒരു സാധനം ഉണ്ടോ എന്നറിഞ്ഞു, അങ്ങനെ പോയി. അത് കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മെമ്പറെയൊക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ടെന്ന്. പുള്ളിക്കാരത്തി വന്നു, ഫോറസ്റ്റ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ചിറ്റാറിയെന്നൊരു ചേച്ചി വരുന്നുണ്ട്, പാമ്പിനെ പിടിക്കുന്നൊരു ജിഷ എന്ന് പറഞ്ഞ ചേച്ചി, ലൈസൻസൊക്കെ ഉള്ള ചേച്ചി. അപ്പോൾ ചേച്ചിയാണ് വരുന്നത് പാമ്പിനെ പിടിക്കാനെ കൊണ്ട്. പുള്ളിക്കാരത്തിയൊക്കെ ഇപ്പോൾ വരും. അവർ വരുന്ന വലിയ താമസമില്ലാതെ തന്നെ അവർ വരും. കാരണം വിളിച്ച് മെമ്പർ അറിയാൻ താമസിച്ചു. മെമ്പറൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, മെമ്പർ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി. പാമ്പിൻ്റെ സ്ഥലത്തൊക്കെ, പാമ്പിരിക്കുന്ന സ്ഥലത്തൊക്കെ പുള്ളിക്കാരത്തി പോയി നോക്കി. അതിന് ശേഷമാണ് പുള്ളിക്കാരത്തി ഇതുപോലെ വിളിച്ചത്. അപ്പം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ സീതമുടി പാറ. നമ്മുടെ തോട്ടിൽ നിന്ന് നോക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു നോട്ടവും വ്യൂവും കാര്യങ്ങളും വരുന്നത് ഈ നമ്മുടെ ഈ മലയുടെ മുകളിലായിട്ടാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല ഭംഗിയാണ് ഇവിടെ ആയിട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ചരിഞ്ഞ് കിടക്കുന്ന പാറക്കെട്ടാണ് കേട്ടോ, ഭയങ്കര ഹൈറ്റാണ്. അതോടെ നമ്മളിപ്പം വീഡിയോസിൽ ഇങ്ങനെ കാണുന്ന പോലല്ല. അതിന് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ ചരിവിൽ ഇങ്ങനെ ചായ്മാനം പാറ നേരെ താഴെ വരെ കിടക്കുക. ഈ പാറയുടെ വാല് ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോടിൻ്റെ ഭാഗങ്ങളിൽ വരെ ഈ പാറയുടെ വാല് വരുന്ന ഇതാണ് കേട്ടോ. നമ്മുടെ ഈ തോട്ടി വരെയും ഈ പാറയുടെ വാൽഭാഗം വരുന്ന ഏരിയകൾ നമ്മുടെ ഈ തോട്ടിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ കാണിക്കാം. അത് ഇവിടെ അടുത്തല്ല, തൊട്ട് കുറച്ച് മേളിലോട്ട് കയറി പോകണം. അപ്പം ഇതാണ് നമ്മുടെ സീതമുടി പാറയിലെ അള്ളാണിത്. ഇതൊരു പാറയ്ക്കകത്തിലെ അള്ളാണിത്. ഒരു ദിവസം ഒരു വീഡിയോ നല്ലതായിട്ട് അതിൻ്റെ പോയിട്ട് ആ അള്ളിനകത്തി പോയി ഈ ചെല്ലുന്നൊരു വീഡിയോ നമുക്ക് എടുക്കാം. ഇപ്പം മഴ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര വഴുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആളുള്ളത്. അതിൻ്റെ നല്ല സ്പേസാണ് കേട്ടോ, നമ്മളിങ്ങനെ പുറമേ കാണുന്ന പോലെയല്ല. പക്ഷേങ്കിൽ നേരെ നിന്നൊരാൾക്ക് കയറത്തില്ല. ശകലം അത്യാവശ്യം കുനിഞ്ഞ് ഒരു 3 അടി 4 അടി ഹൈറ്റേ ഉള്ളൂ ഈ അതിൻ്റെ ബെഡും ആ പാറ നിൽക്കുന്നിടത്ത്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒറ്റ പാറയായിട്ട് നിൽക്കും കേട്ടോ.
കുറേ സ്ഥലമുണ്ട് അതിൻ്റെ അകത്തോട്ട് സ്പേസ്. നമുക്കൊരു 10-50 പേർക്ക് അതിൻ്റെ അകത്ത് കയറി ഇരിക്കാനുള്ളൊരു സ്പേസ് അതിൻ്റെ അകത്തിൽ ഏകദേശം ഉണ്ട്. പിന്നെ നിൽക്കാൻ പറ്റത്തില്ല, കുനിഞ്ഞ് വേണം അതിൻ്റെ അകത്തിൽ കൂടെ കയറാൻ. ഞാൻ ഒരു വട്ടം അതിൻ്റെ അകത്ത് പോയിട്ടുള്ളൂ. ഇതാണ് സീതമുടി പാറ എന്ന് പറയുന്നത്. ഒരു ദിവസം നമ്മളിവിടെ പോയിട്ട് ഇതിൻ്റെ നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഈ ഭാഗമൊന്നും ആരും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു ദിവസം പോയി എടുക്കാം. ഞാനിതുവരെ യൂട്യൂബിലോ ഒരു ചാനലിലും ഈ ഒരു വീഡിയോ ഈ ഭാഗം കണ്ടിട്ടില്ല. ഞാൻ സീതക്കുഴിയൊക്കെ ഓരോരുത്തർ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ സീതമുടിപ്പാറ ചെയ്യുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ സീതമുടിപ്പാറ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ തിരിച്ചപ്പോൾ കണ്ടപ്പോൾ അണ്ണൻ അതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അണ്ണന് ഭയങ്കര ഇഷ്ടമാണ് സീതമുടിപ്പാറ. ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ എപ്പോഴും എന്നോട് ഇങ്ങനെ പറയും. മഴയൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് പോയി ചെയ്യണം. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുന്നത് സീത്തോണ്ട് പോകാനാണ്. അന്നേരമാണ് എന്താ എല്ലാവരും ഇങ്ങനെ ലൈറ്റൊക്കെ അടിച്ച് പോയി നോക്കുന്നു. അപ്പോൾ ഞാനും പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു കയ്യിലുണ്ടായിരുന്ന ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്, അത് എടുത്തുകൊണ്ട് വന്നേക്കുക. കാണാൻ പറ്റുമോ ഇല്ലോ എന്നൊന്നും അറിയത്തില്ല, എന്നാലും ടോർച്ചിന് ചാർജും കുറവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങി വന്നു. സീത്തോണ്ടിൽ പോകുന്ന വേറൊന്നിനും അല്ല, കുഞ്ഞിനൊന്ന് ആശുപത്രി കാണിക്കാൻ അല്ലി ഒന്ന് ആശുപത്രി കാണിക്കണം, പിന്നെ ഒരു പഞ്ചായത്തിൽ ഒന്ന് പോകണം. അതിന് ഞങ്ങൾ സീത്തോണ്ടിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്നത്. അങ്ങനെ ഏതായാലും ഞങ്ങൾ പാമ്പിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. വലിയ ഇതുവരെ സത്യം പറയാൻ ഇതുവരെ ആ പാമ്പിനെ കണ്ടില്ല. നമ്മളിങ്ങനെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ പാമ്പ് വന്നു പക്ഷെ ഞങ്ങൾ കണ്ടില്ല. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് സത്യം അതിനകത്തിൽ ആ വേരിനിടയ്ക്ക് തുറ കൂടി ഇരിപ്പുണ്ട്. എന്താ പാമ്പാന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല, കാരണം അവർ വന്ന് പിടിച്ചതിന് ശേഷം മാത്രമേ നമുക്കറിയത്തുള്ളൂ. പല അഭിപ്രായം പറയുന്നുണ്ട്, കണ്ടവരൊക്കെ പല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം നമ്മളതിനകത്തിൽ ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ വേരിനിടയ്ക്ക് ആ പാമ്പിരിക്കുന്നത് എത്രത്തോളം അതിൻ്റെ ക്ലാരിറ്റിയോടെ അതിനെ കാണാൻ ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. ഈ തോടിൻ്റെ സൈഡിലത്തെ കല്ലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ മഴയ്ക്കോടെ വെള്ളം വന്ന് കല്ലും മണ്ണും എല്ലാം കയറിയത് നിറയെ മണ്ണുള്ള ഒരു മരമായിരുന്നു. ഇപ്പോൾ ആ മരത്തിന് ഇടയിലെ മണ്ണെല്ലാം പോയപ്പോൾ അതിന് കയറിയിരിക്കാനെ കൊണ്ടുള്ളൊരു സംവിധാനം അത് തന്നെ ഉണ്ടാക്കി വെച്ച് കയറിയിരിക്കുക. ആ നീല തുണിയുടെ അടിയിലായിട്ടാണ് ഞങ്ങളതിനെ കണ്ടത്. പിന്നെ തുറ കൂടിയിരിക്കുക, അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയൊന്നുമല്ല. അത് കാരണം അതിങ്ങനെ സുരക്ഷിതമായിട്ട് തുറ കൂടിയിട്ടിരിക്കുക. പിന്നെ ഒരു കാര്യം, ഇതിനെ പിടിക്കാൻ വരുന്ന ആൾക്കാർക്ക് നല്ല പണിയായിരിക്കും, കാരണം അതിൻ്റെ ചുറ്റിനും ചപ്പും ചവറും കമ്പും കവറും എല്ലാം ഒരുപാടുണ്ട്. അവർ കുറേ പണിപ്പെട്ടാലേ അതൊന്ന് വൃത്തിയാക്കിയിട്ട് അതിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെയായാലും എന്ത് പാമ്പാന്നേലും അതിനെ പിടിച്ചാൽ മതി എന്നൊരു ധാരണയ്ക്ക് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ പാമ്പ് അണ്ണനാണെങ്കിൽ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അതിനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഐഫോണൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇപ്പോൾ കാണിക്കായിരുന്നു. ഇതാണ്ട് ആ നീല തുണിയുടെ അടിയിലായിട്ടായിരിക്കുന്നത്. കണ്ടോ, അതാണ് അതിൻ്റെ ഒരു വെള്ളയും കറുപ്പും കൂടെ പുള്ളി ഉള്ളൊരു പാമ്പാണ്. ഏകദേശം വരുമ്പം കണ്ടോ, ഇതാ കൃത്യമായിട്ട് പറഞ്ഞാണ്ട് അതാ. എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് പിന്നെ ഞങ്ങൾക്കറിയത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ നിന്നില്ല, കാരണം എല്ലാവരും പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കി ചിലപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പുറം ഇപ്പുറമെല്ലാം റബ്ബറും തോട്ടവാ, എവിടെയെങ്കിലും കയറിയിരുന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കയറിപ്പോയിരുന്നു, കാരണം നമുക്ക് 2 പിള്ളേരുള്ളതാണ്. നമ്മളായിട്ട് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട. മറ്റുള്ള ചിലപ്പോൾ ആൾക്കാരെല്ലാം കൂടെ കൂടി കഴിയുമ്പോഴത്തേക്ക് ഇത് അതിലെ ഇറങ്ങിപ്പോയോ ഇല്ലോ എന്നുള്ള കാര്യം അറിയത്തില്ല. രാവിലെ ഇത് വെള്ളത്തിലിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമായിരുന്നു ചേട്ടനോട് ചെന്നപ്പം. അത് കഴിഞ്ഞ് ആൾക്കാരെല്ലാം കൂടി കണ്ടു എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇത് പതുക്കെ കയറി എന്താ മരത്തിൻ്റെ വേരിനകത്തോട്ടിരിക്കുക. ഇനി ബാക്കി വീഡിയോ എല്ലാം അണ്ണനെ എടുക്കുന്നത്, അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ സിത്തോണിലോട്ട് പോകാനെ കൊണ്ട് കയറി വന്ന് റോഡിൽ വന്നപ്പോഴാണ് അവിടെ താഴെ കുഴി കിടന്നത് കൊണ്ടാണ് റോഡിലെ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയാതെ വന്നത്. റോഡിലപ്പം മെമ്പറും ഒത്തിരി ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. ഈ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പിടിക്കുന്ന കാണാനെ കൊണ്ട് കൗതുകത്തോടെ നിൽക്കുന്ന ആൾക്കാർ. സത്യം പറഞ്ഞാൽ ഞാൻ കൗതുകത്തോടെ നിന്നത്, ഇതിനെ ഒന്ന് പിടിക്കുന്ന കാണണം, എന്താ പാമ്പാന്നൊക്കെ അറിയാനെ കൊണ്ടൊരു കൗതുകത്തോടാണ് ഞാൻ നിന്നത്. അപ്പോൾ നമ്മുടെ മെമ്പറും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടായിരുന്നത്, പിന്നെ പണിക്ക് പോയവരൊക്കെ ഉള്ളില്ലത് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് അവിടെ നിന്നൊരു ചേട്ടൻ പറയുന്നത് ഇത് മാത്രമല്ല വേറൊരു സാധനം കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു റോഡിന് തൊട്ടടി വശത്ത് തന്നെ ഒരു റബ്ബറും തോട്ടമാണ്. ആ റബ്ബറും തോട്ടത്തിൽ ഒരു കൊച്ചു കമ്പയിൽ, വലിയ കനമുള്ളതെന്നൊരു കുഞ്ഞു കമ്പയിൽ മലങ്കുളവിയുടെ കൂടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമേ ഞാൻ ആ സാധനം കാണുന്നത്. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു സാധനമാണ്. അത് 1, 2, 3 കൂടുതലൊക്കെ കുത്തിയാൽ ഒരാൾ മരിക്കാനെ കൊണ്ട് വേറെ കാരണങ്ങളൊന്നും വേണ്ട. അപ്പം ഞാനൊരു ജീവിതത്തിൽ ഞാൻ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാൻ ആദ്യമേ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുളവി ഉണ്ടെന്നറിയാം, പക്ഷേ ഇങ്ങനെ കൂട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഇത്രയും നാളെ ഞങ്ങൾ ഈ റോഡെ പോവുകയും ചെയ്തിട്ട് ഇതുവരെ ഞാൻ കാണാത്തൊരു സാധനമായത്. അപ്പോൾ ആ പുള്ളിക്കാരൻ കാണിച്ചു തന്നപ്പോഴത്തേക്ക് അണ്ണൻ തന്നെ വീഡിയോ എടുത്തു, ഇടാമെന്ന് പറഞ്ഞ അണ്ണൻ തന്നെ വീഡിയോ എടുത്തു. ഇതിനി എന്തോ ചെയ്യുമെന്നറിയത്തില്ല. അങ്ങനെ
ഞങ്ങളവിടെ നിൽക്കുക. അപ്പോഴവർ പറഞ്ഞത് പാമ്പിനെ പിടിക്കാൻ വരുന്നവർ ഡെൽറ്റയുടെ അവിടെ ആയി പറഞ്ഞ് നമുക്കിനി പോയാൽ പാമ്പിനെ പിടിക്കുന്നത് കാണാൻ പറ്റത്തില്ല, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി പിന്നെ ഞങ്ങളവിടെ സ്റ്റക്കായി. കുറേ നേരം റോഡിൽ നിന്ന് കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല. കാരണം അല്ലിയാണെങ്കിൽ ആ തൊട്ട് അവൾ കയറിപ്പോകുന്ന ഭാഗം എന്ന് വെച്ചാൽ അംഗനവാടിയുടെ ഭാഗം, അവൾ അങ്ങോട്ടാണ് കയറിപ്പോകുന്നത്. പനിയാണേലും അവൾക്കൊരു കുഴപ്പമില്ല, അവൾ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആനച്ചന്തയിലെ ഉരുൾ പൊട്ടിയ ഭാഗം. ആ ഭാഗത്ത് ഇപ്പോൾ JCB കൊണ്ട് പണിയുക. എന്താ പണിയെന്നറിയത്തില്ല, റോഡ് പണിയാണോ ഇനി അല്ലാതെ ആരുടെയും സ്വന്തം പണി ചെയ്യുവാണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞങ്ങളുടെ വഴിയിലോട്ട് ഇറങ്ങി പോകുന്നിടത്ത് നമുക്ക് ആ ഭാഗം കാണാം. ഇത് ആനച്ചന്ത ഭാഗം. അങ്ങനെ കുറേ നേരം റോഡിൽ നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി വന്നു. ഇനി ബാക്കി മൊത്തം അണ്ണൻ്റെ കയ്യിലാണ്. അണ്ണൻ്റെ കയ്യിലാണെന്ന് പറയാൻ കാരണം ഞാൻ ഈ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. കാരണം അണ്ണൻ ആ വീഡിയോസൊക്കെ എടുത്തിട്ടില്ലെന്നല്ല, എന്നെ കുഞ്ഞിനെ അണ്ണൻ പിടിക്കുമ്പോൾ ഞാൻ എടുക്കും. അണ്ണൻ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി, ഒരാൾ കുഞ്ഞിനെ നോക്കും, ഒരാൾ വീഡിയോ എടുക്കും, അങ്ങനെയായിരുന്നു. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും പാമ്പിനെ പിടിക്കാനെ കൊണ്ടുള്ള ആ മേഡവും പിന്നെ അവരുടെ കൂടെയുള്ള ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാമ്പിനെ പിടിക്കാൻ വന്ന ആ മേഡവും നമ്മുടെ വാർഡ് മെമ്പറും പിന്നെ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി നേരെ പാമ്പിനെ പിടിക്കാനെ കൊണ്ട് പോവുക. ആ സമയത്ത് ഞാൻ അല്ലിക്ക് പെട്ടെന്ന് ചോറ് വാരി കൊടുക്കുക. കാരണം കാണണ്ടേ, പാമ്പിനെ പിടിക്കുന്ന കാണണ്ടേ എന്നുള്ള ധാരണയ്ക്ക് തന്നെ ഇതാ മേഡം അവരും പിന്നെ നമ്മുടെ നാട്ടുകാർ മാത്രമേ, എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ലക്ഷവീട് കോളനിയിലുള്ള എല്ലാവരും പോവാ പാമ്പിനെ പിടിക്കുന്നത് കാണാനെ കൊണ്ട്. മണിക്കൂറുകളായിട്ട് എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാർ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഈ ഒരു പരിപാടി കാണാനെ കൊണ്ട്. അങ്ങനെ മേഡം വന്ന് അവരുടെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നേരെ അവരവരുടെ പരിപാടിക്കാണ് പോകുന്നത്. ഞാൻ പിന്നെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമേ ഇങ്ങനെ പാമ്പിനെ പിടിക്കുന്ന ലൈവായിട്ട് കാണുന്നത്. അപ്പോൾ പിന്നെ അവർ സ്പോട്ട് എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പം മുന്നേ കുറച്ച് പേര് എന്ന് സ്ഥലം കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പോയി സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു ഈ പാമ്പ് ഇവരെ കാട്ടി കൗതുകം ഞങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാർക്കായിരുന്നു ഈ പാമ്പിനെ പിടിക്കുന്നത് കാണാനെ കൊണ്ട്. അങ്ങനെ അതെല്ലാം അവരും അവർ കൂടെ വന്ന ആൾക്കാരും എല്ലാവരും കൂടെ പാമ്പിനെ പിടിക്കാനെ കൊണ്ടുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടുകാർ സഹായിച്ചോട്ടോ, അവരോട് എല്ലാ കാര്യങ്ങളും സഹകരിച്ചു കൊടുത്തു. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ആ ചപ്പ് വെട്ടിക്കളയാതെ അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കാതെ അവർക്ക് അതിനെ കാണാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം അടുത്തുനിന്ന് അരിവാളൊക്കെ വാങ്ങിച്ച് ആ ചപ്പൊക്കെ വെട്ടി വൃത്തിയാക്കി പാമ്പിരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടു. ഇത് മേളിൽ കൂടെ താഴെ കൂടെ ഒക്കെ ഈ പാമ്പിരിക്കുന്നത് കാണാം, പക്ഷേ ഇത് ഇറങ്ങാനെ കൊണ്ട് വലിയ മടിപ്പായിരുന്നു. അങ്ങനെ അവരോടൊക്കെ വെട്ടിത്തെളിച്ച് നീണ്ട നേരത്തെ പരിശ്രമം ഉണ്ടായിരുന്നു അവരതിനെ ഒന്ന് പുറത്തിറക്കാൻ. പക്ഷേ അത് വിപുലമായെന്ന് തന്നെ പറയാം. അവർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചപ്പം വെട്ടി പൊളിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ അവർ പഠിച്ച രീതി അനുസരിച്ച് പുറത്തെടുക്കാൻ നോക്കുമ്പം അത് അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല, അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇതിലേയും കൂടെ കാണാം പാമ്പിരിക്കുന്നത്. പക്ഷേ അവർ നമ്മളോട് പറഞ്ഞ് അങ്ങോട്ട് പോകരുതേ എന്ന് പറഞ്ഞാൽ അണ്ണൻ അങ്ങോട്ട് പോയില്ല. അവർ ഒരുവിധമൊക്കെ നോക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇതിനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പേടി. ഞാൻ അണ്ണോട് പറയുന്നുണ്ടായിരുന്നു, അണ്ണ അങ്ങോട്ട് പോവല്ലേ, എനിക്ക് പേടിയാന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അണ്ണനെ പേടിയൊന്നുമില്ല. അണ്ണൻ പോയി അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കേണ്ട. അവിടെ എല്ലാം തുണികൾ കയറിയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്ത് വെള്ളം വന്ന് ഈ കമ്പയിലും കവരത്തിലും അടിച്ച് അവിടെ ഇങ്ങനെ തങ്ങിക്കിടക്കും. അങ്ങനെ ഇവിടെ എല്ലാം കൂടുതലും ചപ്പും ചവറും വരുന്നതും പിന്നെ കൂടുതലും ഈ അഴുക്ക് തുണികളെല്ലാം വന്ന് നമ്മുടെ തോട്ടിലിങ്ങനെ ഈ കമ്പയിലും കവരത്തിലും ഒക്കെ ഇങ്ങനെ കയറി ഉടക്കി കിടക്കും. അങ്ങനെ ഒത്തിരി അതിനകത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവർ പിന്നെ അവരെ പരിശ്രമം അവർ തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പം തന്നെ മിന്നൽ വേഗത്തിൽ ആ പാമ്പ് തുറകൂടി എടുത്തു നേരെ നമ്മുടെ തോട്ടിലോട്ട് പോയി. പിന്നെ പാമ്പിൻ്റെ നീന്തിക്കളിയായിരുന്നു തോട്ടിലെ വെള്ളത്തിൽ. ഈ പാമ്പ് ഇവിടുന്ന് നീന്തി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ആ ഒരു കടവ് വരെ ഈ പാമ്പ് പോയി. നീന്തിയല്ല, ഒഴുകിപ്പോയി, അതാ സത്യം. ഒഴുകി കാരണം ഞങ്ങൾക്ക് താപ്പോട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളത്തിൽ അങ്ങ് പൊക്കോളും. അത് നീന്തി പോകേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങ് പൊക്കോളും. പുള്ളിക്കാരൻ ആ വെള്ളത്തിലിറങ്ങി ആവുന്ന പണി അവർ നോക്കി അവിടെ തന്നെ ഇട്ട് പിടിക്കാം. പക്ഷേ ഇത് ഒഴുക്കായ കാരണം ഇത് വെള്ളത്തിലിട്ട് ഇതിനെ പിടിക്കാൻ പറ്റത്തില്ല. ഇത് കരയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് കയറിയാലേ അവർക്ക് അതിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അവർ കുറേ ശ്രമിച്ചു. പക്ഷേ അത് ആ പോയ പോക്കെന്ന് വെച്ചാൽ ഇതാ പാമ്പ് അത്യാവശ്യം നല്ല പാമ്പായിരുന്നു. അത്യാവശ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മുഴുത്ത പാമ്പായിരുന്നു ഇതാ പാമ്പ്. അവർ പറഞ്ഞു പെരുമ്പാമ്പാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ പാമ്പ് ഇവിടുന്ന് ഒരു പോക്ക് പോയിട്ട് നേരെ ഞങ്ങളുടെ താഴത്തെ കടവിലാണ് ചെന്ന് നിന്നത്. അപ്പോൾ അപ്പോഴെല്ലാം ഞങ്ങളുടെ നാട്ടുകാരും കൂടെ പുറകെ പോയി, ഇവരും പോയി, ഷൈനും പോയി, എല്ലാവരും പോയി. ഞാൻ പോയില്ല, കാരണം എനിക്ക് പോകാൻ പറ്റത്തില്ല, കുഞ്ഞിനെ കൊണ്ട് ഞാൻ പോയില്ല. ഞാൻ പിന്നെ നേരെ വീട്ടിൽ വന്നു.
ഇവരിങ്ങ് താഴെ ഇപ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു കടവുണ്ട്. ആ കടവിൽ കൊണ്ടിട്ടാണ് ഇവർ പിടിച്ച്. ഞാൻ അവിടെയൊക്കെ തുണി കഴുകാൻ പോകുന്നതാണ്. ഞാനെന്നല്ല, ഞങ്ങളുടെ അടുത്തുള്ള വെള്ളമില്ലാതാകുമ്പോൾ എല്ലാവരും അവിടെ പോവും. അങ്ങനെ കുറേ എല്ലാവരും പറയുന്നത് വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയാലേ ഇതിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഈ പോയ പോക്ക് ഈ പാമ്പ് അങ്ങ് പോയി. നീന്തി 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 ഇങ്ങി താഴെ രണ്ടാമത്തെ കടവിൽ വന്നിട്ട് അവിടുന്ന് പിന്നെ പുള്ളിക്കാരൻ പോവുക. പുള്ളിക്കാരനൊരു ലക്കും ലകയില്ലാതെ പോയി താപ്പോട്ട് വരുന്തോറും ഇങ്ങനെ പരന്ന് കിടക്കുക. താഴോട്ട് വരുന്തോറും ഈറക്കാടും ഉണ്ട് കൂടുതൽ. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ ആരും തുണി കഴുകാനൊന്നും വരുന്നില്ല. കാടൻ മീൻസ് ഞാൻ ഉദ്ദേശിച്ച ഈറയാണ്, രണ്ട് സൈഡിലും ഈറയാണ്. അപ്പോൾ അവിടെ വരെ വന്ന ആ പാമ്പ് ഒഴുകി ഇങ്ങി പോരുന്നുണ്ട്. ഇപ്പോൾ വന്ന് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. ആ കല്ലേ കയറി പുള്ളിക്കാരൻ കിടക്കുക. അവിടുന്ന് ഈ പിള്ളേരൊക്കെ സ്ലൈഡിൽ ഇങ്ങനെ ചാടുന്ന പോലെ അവിടെ നിന്നൊരു ചാട്ടം ചാടിയിട്ട് ഇങ്ങനെ നിരങ്ങി അങ്ങ് പോവുക. നീന്തി കളിച്ച് അങ്ങ് താഴെ ചെന്ന് ഏതായാലും അവർ, ഞാൻ പറയുമായിരുന്നു ദൈവമേ ഇതിനെ പിടിക്കാൻ പറ്റുമോ, കാരണം ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ ഇതിനെ കിട്ടത്തില്ല, അതിന് വെള്ളത്തിൽ പോയാലോ പോയി, ഇതിനെ കിട്ടത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനെന്നല്ല ഒരുമാതിരിപ്പെട്ടവരൊക്കെ പറഞ്ഞത് പോയി. കാരണം വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. വെള്ളത്തിലെ ഒഴുക്കിനനുസരിച്ച് ഇത് പോയാൽ പിന്നെ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ അണ്ണൻ ആ പാമ്പ് പോകുന്നതിൻ്റെ വേഗത്തിൽ തന്നെ അണ്ണനും പോവുക. അങ്ങനെ ഏറെ നേരത്തെ നീന്തലിന് ശേഷം പാമ്പ് ക്ഷീണിച്ചു, മനുഷ്യനും ക്ഷീണിച്ചു. പാമ്പ് അങ്ങനെ നേരെ കരയ്ക്ക് കയറുവാണ്. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ, ആ മേഡത്തിൻ്റെ കൂടെ വന്ന പുള്ളിക്കാരനാണെങ്കിൽ ആ പാമ്പിനെ, അവർക്ക് കുറേ ടൂൾസ് ഉണ്ട്, കമ്പോ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, അവർ ആ ടൂൾസൊക്കെ ഉപയോഗിച്ച് അവരതിനെ പിടിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ വെച്ച് പാമ്പിനെ പിടിക്കാൻ പറ്റത്തില്ല, പാമ്പ് കടിക്കും. ഈ പാമ്പ് കടിച്ചാൽ ചപ്പിയെടുത്ത് അത്ര ഇടം കൊണ്ടിങ്ങി പോരുമെന്ന്. അവസാനം പുള്ളിക്കാരൻ പാമ്പിനെ പിടിച്ചു. ആ പാമ്പാണെങ്കിൽ ആ വെള്ളം കലക്കി അവിടെ ആ പുള്ളിക്കാരൻ്റെ കൈ കിടന്ന് കുന്തളിക്കുന്നത്. ഏതായാലും കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം അവർ രണ്ടുപേരും പാമ്പിനെ പിടിച്ചു. അവരെ കൊണ്ടുവന്ന് ആ ചാക്കിനകത്തിലൊക്കെ ആക്കി കെട്ടി. അങ്ങനെ ഞങ്ങൾക്കൊരു സമാധാനം. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ റോഡിൽ വന്ന് എല്ലാവരും കാണാനുള്ള കൗതുകത്തിൽ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത്രയും നാൾ ഇടാത്ത ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ എന്ന് പറഞ്ഞ് ഇതെന്നാൽ ഇടാം എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്ത് വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതാണ് എഡിറ്റ് ചെയ്തിടുക. നിങ്ങളുടെയൊക്കെ നാട്ടിലും കാണും ഇതുപോലെ തോടരികത്ത് താമസിക്കുന്നവരൊക്കെ നന്നായിട്ട് എപ്പോഴും സൂക്ഷിക്കണം. കാരണം മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ കൂടെ തന്നെ ഇതുങ്ങൾ വന്ന് നല്ലൊരു ഉത്തമ സ്ഥാനം ഇതുങ്ങൾ ഉറപ്പിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്തണം. എനിക്കെന്താ നിങ്ങളാരും കമൻറ്റ് ഇടാത്ത, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് പറയണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്.